സാർ, എൻ്റെ പേര് അനന്യ എന്നാണ്. ഞാൻ പഠിച്ചത് പുരാവസ്തു ഗവേഷണമാണ്. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്കുള്ള ഒരാഗ്രഹമായിരുന്നു ഈ മൊഹൻജദാരോ അതുപോലെ ഗ്രേറ്റ് ബാത്ത് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്ന്. അപ്പോൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ആ സ്വപ്നം ഇപ്പം ഓരോ ദിവസവും അത് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിനും ഇതുവരെ പാകിസ്ഥാൻ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ ഒരു യാത്രക്കാരൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ വാസ്തവമായ കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വേണേൽ എനിക്ക് അഭിമാനിക്കാം. അതിർത്തിയിൽ നിന്ന്, വാഗയിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അപ്പുറേ പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനിലേക്ക് കാലുകുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കാണ്. അപ്പോൾ രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മളെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് എന്താണ് പാകിസ്ഥാൻകാരോട് ശത്രുത? പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് എന്താണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനോട് ശത്രുത? ഇന്ത്യയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന ഒരാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഏത് പാകിസ്ഥാനിലെ സാധാരണക്കാരനാണ് ആഗ്രഹം? അവിടെ ഇരുന്ന് ഇതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാകിസ്ഥാൻകാരുണ്ടാവാം. സാധാരണ കർഷകരായ, അർത്ഥപട്ടിണിക്കാരായ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ എന്താണ് ഒരു ഇന്ത്യൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവനെന്താണ് ആവശ്യം? അതാവശ്യമുള്ള ആളുകളുണ്ട്. അതിലൂടെ അടുത്ത കുറേ നാളുകളിലേക്ക് സജീവമായി മറ്റ് ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഭരണകൂടങ്ങളുണ്ട്. അവർക്കാണ് ഇതിൻ്റെ ആവശ്യം.